ഹലോ ഹായ് വെൽക്കം ടു ഓൾ. എല്ലാവരും സുഖമായി സേഫ് ആയിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നമ്മളിപ്പം നോക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് ഫീലിങ്സ് ആണ്, അവരുടെ തോട്ട്സ് എന്താണ് എന്നുള്ളതാണ്. ഇന്നത്തെ ദിവസം നിങ്ങളുടെ പേഴ്സൻ്റെ ചിന്തകൾ എന്താണ് എന്നുള്ളത്. സോ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങളൊക്കെ വിട്ട് കളയുക. നെഗറ്റീവിന് ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. ടൈംലെസ് ആയതുകൊണ്ട് ഈ റീഡിംഗ് നിങ്ങളുടെ മുന്നിലേക്ക് എപ്പോൾ വരുന്നോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് റെസനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഓർത്ത് വെക്കുക, ഇതൊരു കളക്റ്റീവ് ആൻഡ് ടൈംലെസ് റീഡിംഗ് ആണ്. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് ഇപ്പോൾ ഓണത്തിൻ്റെ സ്പെഷ്യൽ ഓഫർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ കോൺടാക്റ്റ് ചെയ്യുക, ബുക്കിംഗ് സമയമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ റീഡിങ്ങിലേക്ക് പോവാം. നിങ്ങളുടെ പേഴ്സൻ്റെ നെയിം മനസ്സിൽ റിപ്പീറ്റ്ലി ആലോചിക്കുക. അവരുടെ കൂടെ സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല നല്ല മൊമെൻറ്റ്സ് നിങ്ങൾ കൊണ്ടുവരിക. എന്താണ് നിങ്ങളുടെ പേഴ്സൻ്റെ തോട്ട്സ് മാത്രമാണ് എടുക്കുന്നത്. ഫീലിങ്സ്, കറൻറ്റ് ഫീലിങ്സ് ആൻഡ് കറൻറ്റ് തോട്ട്സ് മാത്രമാണ് എടുക്കുന്നത്. കിങ് ഓഫ് സോർഡ്സ് വന്നിട്ടുണ്ട്. നൈറ്റ് ഓഫ് സോർഡ്സ് വന്നിട്ടുണ്ട്. 3 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. 9 ഓഫ് സോർഡ്സ് വന്നിട്ടുണ്ട്. ഓക്കെ, ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി നോക്കുന്ന സമയത്ത് കൂടുതലും കിട്ടിയിട്ടുള്ളത് സോർഡ്സിൻ്റെ എനർജിയാണ്. അതായത് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഒരു ഈഗോ വെച്ചിരിക്കുന്ന ഒരു എനർജിയിലാണ് ഉള്ളത്. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഒരു ഡിസ്റ്റൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ എന്തായാലും ആ പേഴ്സൻ്റെ മനസ്സിൽ ഇപ്പോൾ ഒരു ഈഗോ ഉണ്ട് എന്നുള്ളതാണ്. ആൻഡ് 3 ഓഫ് കപ്സ് വന്നതുകൊണ്ട് തന്നെ അവർ സെലിബ്രേറ്റ് ചെയ്ത് അവരുടേതായിട്ടുള്ള ഒരു ഹാപ്പിയിൽ നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, അതായത് അവരുടെ സിറ്റുവേഷനാണ് നമ്മൾ പറഞ്ഞത്, അത് കണ്ടതുകൊണ്ട് പറയാണ്. ആൻഡ് അവരുടെ സിറ്റുവേഷൻസിൽ അങ്ങനെ നിൽക്കുമ്പോൾ പോലും അവർക്ക് ഈഗോ മനസ്സിൽ ഉണ്ട് എന്നേ ഉള്ളൂ. പക്ഷെ ശരിക്കും അവരുടെ ഒരു കോൺഷ്യസ് മൈൻഡിനകത്ത് അവർ ഡള്ളാണ്, അല്ലെങ്കിൽ അവർ ഭയങ്കര സങ്കടത്തിലാണ് എന്നുള്ളത് കാണുന്നുണ്ട്. ഇതൊരു മിസ്സിങ് എനർജിയാണ്. ഓക്കെ, അത് അവരുടെ ഒരു ഫീലിങ്സ് ആണ്, നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ടുള്ള ഒരു ഫീലിങ്സ് ആണത്. അതായത് അവർ റിയാലിറ്റിയിൽ നിന്ന് പുറത്തുനിന്ന് നോക്കുന്ന സമയത്ത് അവരിപ്പം ഹാപ്പിയാണ്, അവർ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്, ഫ്രണ്ട്സിൻ്റെ കൂടെ എൻജോയ് ചെയ്യുന്നുണ്ട്, പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പക്ഷേ ശരിക്കും അവരുടെ ഉള്ളിൽ എന്താണെന്നുള്ളത് തുറന്നു നോക്കുകയാണെങ്കിൽ അതായത് അവരുടെ ആ ഒരു കോൺഷ്യസ് മൈൻഡ് അല്ലെങ്കിൽ സബ് കോൺഷ്യസ് മൈൻഡിൽ അവർ സങ്കടത്തിലാണ് ഉള്ളത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട് ആലോചിക്കുമ്പം സങ്കടത്തിലാണ്. അത് അവർക്ക് ഫീൽ ചെയ്യുന്നത് എലോൺ ആയിട്ടാണ്, ഒറ്റപ്പെട്ടതായിട്ട് അവർക്ക് ഫീൽ ചെയ്യാണ്. ഓക്കെ, മേ ബി നിങ്ങൾ തമ്മിൽ അത്രയും ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരാളായിരിക്കാം നിങ്ങൾ വിചാരിച്ചിട്ടുള്ള പേഴ്സൺ എന്ന് പറയുന്നത്. സെലിബ്രേറ്റ് ചെയ്യുമ്പോഴൊക്കെ അവർക്ക് മിസ് ചെയ്യുന്നൊരു എനർജി. പക്ഷെ ഓവറോൾ എനർജിയിൽ ഈഗോ ഉള്ളൊരു അല്ലെങ്കിൽ ഈഗോ ഇപ്പം നിങ്ങളടുത്ത് സൂക്ഷിക്കുന്ന ഒരാളുടെ എനർജിയാണ് ഉള്ളത്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൻ്റെ തോട്ട്സ് എന്താണ്? ഏസ് ഓഫ് കപ്സ് ആണ്. ഇത് ഫീലിങ്സ് ആയിട്ട് വന്നതാണ്. ഇവർക്കൊരു പുതിയ തുടക്കം തരാൻ ഇവർ ആഗ്രഹിക്കുന്നുണ്ട്. അതായത് ഒരു ന്യൂ ബിഗിനിങ് ആണ് കാണിച്ചു തരുന്നത്. ഇപ്പോൾ പാസ്റ്റിൽ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നത്തിൻ്റെ റീസൺ ഈ പേഴ്സൺ ആയിരിക്കാം ഇതുപോലെ ഈഗോ വെക്കുന്നത്, അല്ലെങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷനിലേക്ക് കടന്നു പോയത് നിങ്ങളുടെ വ്യക്തിയായിരിക്കാം. അപ്പോൾ ഇവർ മെയിൻലി അത് എന്തോ ആയിക്കോട്ടെ, ആ പ്രശ്നങ്ങളൊക്കെ എന്തോ ആയിക്കോട്ടെ, അവർക്ക് നിങ്ങളടുത്തോട്ടൊരു പുതിയ സ്നേഹം തരാൻ വേണ്ടിയിട്ട്. ഓക്കെ, പാസ്റ്റിലുള്ളതല്ല പറയുന്നത്, പുതിയതായിട്ട് നിങ്ങളടുത്തോട്ട് സ്നേഹം തരാൻ അവർ നല്ല രീതിക്ക് ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഏസ് ഓഫ് കപ്സ് ആണ് വന്നിട്ടുള്ളത്. ഓക്കെ, വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ന്യൂ ബിഗിനിങ്, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു റിയൂണിയൻ പോസിബിലിറ്റി എന്നൊക്കെ പറഞ്ഞ പോലെ. ഇപ്പോൾ മാരേജിനൊക്കെ നിൽക്കുന്ന ആളുകളാണ് നിങ്ങൾ രണ്ടുപേരും. അത് ചെറിയൊരു ഈഗോയിൻ്റെ പേരിൽ അല്ലെങ്കിൽ ഫാമിലിയുടെ പേരിലോ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒരു മാരേജിലേക്ക് എത്തും എന്നുള്ള രീതിയിൽ പറഞ്ഞു തരുന്ന ഒരു പോസിറ്റീവ് കാർഡാണ്. അത് അവരുടെ ഫീലിങ്സ് ആണ്. ഓക്കെ, അത് അവരുടെ ഉള്ളിലുള്ളൊരു ചിന്തയാണ് അത്. 6 ഓഫ് പെൻറ്റക്കിൾ ആണ്. ഇത് വളരെ പോസിറ്റീവാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് വരാനിരിക്കുന്ന ഒരു വെളിച്ചം, അത് അവർ ഡ്രീം ചെയ്യുന്നുണ്ട്, നല്ല രീതിക്ക് ഡ്രീം ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അതാണ് ഞാൻ പറഞ്ഞത്. പകൽ സമയത്ത് ഇവർ ഭയങ്കരമായിട്ടും ഈഗോ കൊണ്ട് നടക്കുക, അല്ലെങ്കിൽ മേ ബി നിങ്ങളടുത്ത് ഓപ്പൺ ആവാൻ തയ്യാറാവുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് എക്സ്പ്ലനേഷൻ തരാൻ തയ്യാറാവുന്നുണ്ടാവില്ല. ഭയങ്കരമായിട്ട് ഈഗോ കാണിക്കുക, അല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല നീ പോയിക്കോ എന്നുള്ള മട്ടിലൊക്കെ നിൽക്കുന്നുണ്ടാവുമായിരിക്കാം. പക്ഷേ എങ്കിലും അവരുടെ ഉള്ളിൽ നിങ്ങളെ കുറിച്ചിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ടൊരു ഫ്ലവറിങ് എനർജിയാണ്, അല്ലെങ്കിൽ എന്താ പറയുക, ഇങ്ങനെ തെറിച്ച് നിൽക്കുന്ന ഒരു എനർജിയാണ്, ഒരു സ്റ്റാറിൻ്റെ എനർജിയാണ് എന്നുള്ളതാണ്. തിളങ്ങി നിൽക്കുക എന്നുള്ള രീതിയിൽ.
മറച്ചു വെക്കുകയാണ്. അവർ ആ ഒരു ഫീലിങ്സിനെ അല്ലെങ്കിൽ നിങ്ങളടുത്തോട്ട് നിങ്ങളുടെ ഈ ഒരു ബന്ധത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അവർക്ക് പെട്ടെന്ന് ഉണ്ടാകുന്ന ആ ഒരു ഫ്രഷ്നെസ് അല്ലെങ്കിൽ ആ ഒരു തിളക്കം അവർ മറച്ചു വെക്കുകയാണ്. എന്നിട്ട് അവർ മെയിൻലി കാണിക്കുന്നത് ഒരു ഈഗോയാണ്. പക്ഷെ ആ ഈഗോ എന്ന് പറയുന്നത് വെറും അഭിനയമായിട്ടാണ് കാണിക്കുന്നത്. ഇവർ ഭയങ്കരമായിട്ട് ഡ്രീം ചെയ്യുന്നുണ്ട്. അവർക്ക് പകല് മാത്രം, വെളിച്ചത്ത് മാത്രം അല്ലെങ്കിൽ റിയാലിറ്റിയിൽ മാത്രമേ അവർക്ക് ഇങ്ങനെ ചിരിച്ച് കളിച്ച് ഇങ്ങനെ കാണിക്കാൻ പറ്റുന്നുള്ളൂ. ബാക്കിയുള്ള എനർജിയിലെല്ലാം അവരുടെ ഒരു ഈഗോ ആണ് വരുന്നത്. അത് അവർ വെറുതെ ഉണ്ടാക്കി കാണിക്കുന്ന ഒരു ഈഗോ മാത്രം. ഉള്ളിൽ കറക്റ്റായിട്ട് നോക്കുകയാണെങ്കിൽ അവർക്ക് ശരിക്കും ഒരു ഈ റിലേഷൻഷിപ്പിലേക്ക് കറക്റ്റായിട്ടുള്ളൊരു ലൈനാണ് കാണിക്കുന്നത്, ഒരു പാത്താണ് കാണിക്കുന്നത്. അതായത് പോസിറ്റീവായിട്ടുള്ള ഒരു ഫീലിങ്സ് ആലോചിക്കുമ്പോൾ തന്നെ അവർക്ക് ഷൈനിങ് തോന്നുന്ന രീതിയിൽ. 7 of Wands ആണ് ഈ റെസ്പോൺസിബിലിറ്റിയിൽ നിന്ന് ഒളിച്ചോടുന്ന ഒരു എനർജിയാണ്. നമ്മൾ തോട്ട്സ് ആണ് നോക്കിയത്, പക്ഷെ തോട്ട്സ് നോക്കുമ്പോഴും അവരുടെ സിറ്റുവേഷൻസ് ആണ് കാണിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സിറ്റുവേഷൻസ് കാണിക്കുന്നത് അവർക്ക് കറക്റ്റായിട്ട് അവർ ആ തോട്ട്സിനെ കൊണ്ടുവരുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ചിട്ട് കറക്റ്റായിട്ട് അവർ ചിന്തിക്കുന്നില്ല. പകരം അവർ ചിന്തിക്കുന്നത് ഒരു നെഗറ്റീവ് പോലെ, ഒരു എന്താ പറയുക, നമ്മൾ ഇപ്പം നിങ്ങളെക്കുറിച്ചിട്ട് ചിന്തിക്കുമ്പോഴും അവരൊരു സാഡ് എനർജിയിലേക്ക് പോകുന്നുണ്ട്, അല്ലെങ്കിൽ അവർക്കത് ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമ്മളിവിടെ കണ്ടൊരു മിസ്സിങ് എനർജിയിലേക്ക്. മേ ബി അതുകൊണ്ടായിരിക്കാം അവർ നിങ്ങളെക്കുറിച്ചിട്ട് ഒരുപാട് തോട്ട്സ് എടുക്കാനോ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തോട്ടൊരു ഫീലിങ്സോ കാര്യങ്ങളോ ഒരുപാട് എടുക്കാൻ അവർ തയ്യാറാകുന്നില്ല. അതുകൊണ്ടാണ് അവരുടെ സിറ്റുവേഷൻസ് ഇവിടെ മെയിനായിട്ടും കാണിച്ചിട്ടുള്ളത്. ഓക്കെ, 7 of Wands വന്നിട്ടുണ്ട്. അതും ഒളിച്ചോടുന്ന ഒരാളുടെ എനർജിയാണ്. ഇതിൽ നിന്നെല്ലാം ഒളിച്ചോടി പോകുന്നൊരു എനർജി. ജഡ്ജ്മെൻറ്റും വന്നിട്ടുണ്ട്. അവർക്ക് ലൈഫിൽ ജഡ്ജ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവർ എത്ര ഒളിച്ചോടാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും അവർക്ക് എഗെയിൻ ഈ ഒരു മെമ്മറീസുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക, അവരിങ്ങനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുക. അതിനനുസരിച്ച് അവർക്ക് നിങ്ങളടുത്തോട്ടുള്ള ഒരു അടുപ്പം വന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പം നിങ്ങൾക്കുള്ള റീഡിങ് ഇതാണ്. തോട്ട്സ് ആൻഡ് ഫീലിങ്സ് ആണ് നോക്കിയത് കറൻ്റ് ഉള്ളത്, പക്ഷെ സിറ്റുവേഷൻസ് ആണ് ഇവിടെ കണ്ടിട്ടുള്ളത്. അതിൻ്റെ റീസണാണ് ഞാൻ പറഞ്ഞത്. ഈ പേഴ്സൺ ഒളിച്ചോടാൻ ശ്രമിക്കുകയാണ് എല്ലാത്തിൽ നിന്നും. കാരണം അവർക്കത് ആലോചിക്കും തോറും വളരെയധികം ഫീൽ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അവർക്കത് മനസ്സിൽ എഫക്റ്റ് ആവുന്നുണ്ട് നിങ്ങളെക്കുറിച്ചൊരു ചിന്തിക്കുമ്പം, അല്ലെങ്കിൽ നിങ്ങളുടെ മെമ്മറീസ് കടന്നു വരുമ്പം. അതുകൊണ്ടാണ് മെയിൻലി നമുക്കിവിടെ സിറ്റുവേഷനായിട്ട് എനർജികൾ കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പം നിങ്ങൾക്കുള്ള റീഡിങ് ഇതാണ്. നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, റീഡിങ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.